കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ഷൈനിയും പെൺമക്കളും ജീവനൊടുക്കാൻ കാരണം ഭർത്താവ് നോബിയുടെ പീഡനമെന്ന കുറ്റപത്രം. അന്വേഷണ സംഘം ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. കുറ്റക്കാർക്ക് ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഷൈനിയുടെ കുടുംബം മീഡിയ വണിനോട് പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഷൈനി മക്കളായ ഇവാന, ഇഷാന എന്നിവർ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. ഭർത്താവ് നോബിയുടെ പീഡനമാണ് ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കുറ്റപത്രം. ഷൈനിയും മക്കളും വീട് വിട്ടിറങ്ങിയിട്ടും പിന്തുടർന്ന് ഇയാൾ ഉപദ്രവിച്ചു. മരിക്കുന്നതിന്റെ തലേന്ന് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. കേസിൽ രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും കുറ്റപത്രത്തിൽ ചേർത്തിട്ടുണ്ട്. കൂടാതെ മറ്റ് 40ഓളം ശാസ്ത്രീയ തെളിവുകളും രേഖകളും ഉൾപ്പെടുത്തിയ കുറ്റപത്രത്തിൽ 56 സാക്ഷിമൊഴികളും ഉൾപ്പെടുന്നു. ഷൈനിയുടെ മകനും ട്രെയിൻ ഓടിച്ച ലോക്കോ പൈലറ്റും സാക്ഷികളാണ്. നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഷൈനിയുടെ കുടുംബം. എൻ്റെ പ്രതീക്ഷ അതിന് അർഹമായ ശിക്ഷ പ്രതിക്ക് കിട്ടും. അവരും അവരുടെ ചേട്ടൻ, അച്ഛനെ, അപ്പനെ, അമ്മയെ എല്ലാം സത്യത്തിൽ അതിനകത്തെല്ലാം ഭാഗവാക്കുകളാണ്. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തി നേരത്തെ അറസ്റ്റിലായ നോബി 45 ദിവസം റിമാൻഡിൽ കഴിഞ്ഞു. പിന്നീട് ഇയാൾക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. മീഡിയ 1, കോട്ടയം.